ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേലത്തെ സ്പെഷ്യൽ ഡിന്നർ ഡേ ആണ്. അപ്പം ഞാൻ ഡിന്നറിന് എന്താ ഉണ്ടാക്കിയെന്നുള്ളത് കാണിക്കാം. പിന്നെ അന്ന് വൈകിട്ട് പിന്നെ പിള്ളേർ ഇവിടെ ഇവരുടെ പ്രാക്ടീസും നടക്കുമായിരുന്നു. അപ്പോൾ ഇവന്മാർക്കുണ്ടല്ലേ ഈ മലയാളം പാട്ട് മംഗ്ലീഷിൽ എഴുതിയതാണ്. പക്ഷേ അതവർക്ക് പാടുമ്പോൾ ചില വേർഡുകൾ തെറ്റിപ്പോകും. അപ്പം എന്നെ വിളിക്കും, ആൻറ്റി ഇങ്ങോട്ട് വാ, ആൻറ്റി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞു. പിന്നെ അവിടെ പോയി നിന്ന് അവർക്ക് പാടിക്കൊടുക്കണം. അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. ഇനി ആരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ സാധാരണ ചില്ലി ചിക്കൻ നമുക്ക് വേണ്ടിയത് ബോൺലെസ്സാണ്. ഞാനിപ്പോൾ ഇച്ചിരി ബോണുള്ളതും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് കൂടുതലും ബോൺലെസ്സാണ് എടുത്തേക്കുന്നത്. ബാക്കി കുറച്ച് ബോണുള്ളതുണ്ട്. അത് വലിയ പീസായിട്ട് ഇതിലോട്ട് ഇനിയും നമുക്ക് മസാലകൾ തേക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒന്ന് അടച്ചോട്ടെ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. അതിന് ഇച്ചിരി വരാൻ പ്രയാസമാണ്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണേ കൂട്ടുകയോ കുറയ്ക്കുകയോ. കുറയ്ക്കണ്ട, കൂട്ടണേ കൂട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമുക്കിതിനൊരു കോട്ടിങ്ങിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്തിട്ട് എനിക്കത് ഇത്തിരി കോട്ടിങ്, ഞാൻ ആദ്യത്തെ ട്രിപ്പ് വറക്കാൻ ഇട്ടതിന് ശേഷം മനസ്സിലായത് കോട്ടിങ് ഇത്തിരി കുറവായിട്ട് തോന്നി. കാരണം ഈ സോസുകളെല്ലാം കൂടെ ഒഴിച്ചപ്പോൾ ഇതങ്ങ് ഇച്ചിരി ലൂസുമായിരുന്നു. ഇത്തിരി ലൂസാവരുത്, ഇത്തിരി കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് 1 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, ഒരു ഇച്ചിരി ആ സോസുകളുടെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് ഇത്തിരി വെള്ളം പോലായി. പക്ഷേ ഞാൻ വീണ്ടും ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തായിരുന്നേ. ഇതവിടെ ഇരിക്കട്ടെ. ജീവിതം വെറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. ജീവിതം വെറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നീ. താതൻ പേർക്ക സേവ ചെയ്തതാ, താതനെന്നെ മാനിക്കുവരാ, തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ, തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ നീ എനിക്കുള്ളവേ.
യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി That the Lord is good, for He tastes like honey in the rock. Just taste and see that the Lord is good, for He tastes like honey in the rock. മലയാളം പാട്ട് വരുമ്പം പിള്ളേർക്ക് ഇത്തിരി ചില വേർഡുകൾ അവർക്ക് അങ്ങോട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പ്രയാസവും ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതെങ്കിലും അന്നേരം എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ പോയിരുന്ന് പാടും. പക്ഷേ ഇപ്പം എനിക്കിന്ന് സൺഡേ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് റീച്ചാൻ കയറുമെന്ന് റീച്ചാൻ അവിടെ കട്ടിലിനോട്ട് ഇരിക്കാൻ നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് റീച്ചാൻ എണീറ്റങ്ങ് പോയി. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ചെയ്യുന്നതേ ഒരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ക്യാപ്സിക്കവും സവാളയൊക്കെ ഇങ്ങനെ ചില്ലി ചിക്കൻ്റെ അകത്തൊക്കെ ചേർക്കുമ്പം പിന്നെ ഇച്ചിരി കൂടുതൽ ചേർക്കും. കാരണം അതെടുത്ത് ഇങ്ങനെ കഴിക്കാൻ പോളിനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എല്ലാവരും ചേർക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതൽ ഈ ക്യാപ്സിക്കവും സവാളയും ചേർക്കും. അതിൽ ക്രിഞ്ച് പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവർക്കത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കൊരബദ്ധം ഇവിടെ പറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇത്രയും സ്ലൈസ് ആക്കണ്ടായിരുന്നു. ഞാൻ എന്തോ പാട്ടിൻ്റെ അകത്തായി പോയി. 2 കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇതളാക്കിയൊന്ന് എടുക്കാമേ. എന്നാൽ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനില്ലേ ഫ്ലോയിലങ്ങ് കൈ കിട്ടിയതെടുത്തങ്ങ് ഇട്ടു. പിന്നെ ചിന്തിച്ചത് ബോൺലെസ്സും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, എല്ലോട് കൂടിയത് ഉണ്ടല്ലേ. അപ്പം ഞാൻ പിന്നെ ചിന്തിച്ച എല്ലോട് കൂടിയതുള്ളത് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ബോൺലെസ് മാത്രം ആദ്യം വറുത്തെടുക്കാമെന്ന്. അപ്പം വറവ് കുഴപ്പം വരത്തില്ലല്ലോ, അല്ലെങ്കിൽ ഈ എല്ലോട് കൂടിയത് ഇച്ചിരി മൂത്ത് വരാൻ സമയമെടുക്കുമല്ലേ. അപ്പം ഞാൻ ഈ ട്രിപ്പ് ഇട്ടപ്പോൾ എനിക്കൊന്ന് തോന്നി അത് കോട്ടിങ് ഇത്തിരി കുറവായിട്ടാണെന്ന്. പിന്നത്തെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ഈ കോൺഫ്ലോറും ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് ചേർത്തത്. അപ്പം നല്ല പക്കോടയാണ്, നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇതെല്ലാം ഇടുമ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടണേ, ഒട്ടി ഇരിക്കല്. കാരണം ആ പൊടികളോടൊക്കെ ചേർന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കും. ഒരു സൈഡ് ഒരു 1-2 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇത് ബോൺലെസ് ആകുമ്പം പെട്ടെന്നത് മൂത്ത് കിട്ടും. നമുക്ക് എല്ലോട് കൂടി ഉള്ളതാകുമ്പോഴേ ഇച്ചിരി സമയം എടുക്കുന്നത്. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഇച്ചിരി തീ കുറച്ചിട്ടാൽ മതി. കാരണം ആ ചിക്കനൊക്കെ ഒന്ന് അകമൊക്കെ ഒന്ന് വേവണ്ടേ. പുറം നന്നായിട്ട് നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊണ്ട് പുറം നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് വരും, പക്ഷേ അകം വേവണം. അതൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അത് നന്നായിട്ട് വെന്തെന്ന് മനസ്സിലായണ്ടേ അതിങ്ങ് കോരിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ അടുത്ത ട്രിപ്പ് ഒന്ന് ഇടട്ടെ. എനിക്ക് 2 ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കണമായിരുന്നു, വറുത്തെടുക്കണമായിരുന്നു. അപ്പം ഞാൻ ഇനി അടുത്തത് എല്ലോടൊക്കെ കൂടിയുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ കുറച്ചുകൂടെ കോട്ടിങ് അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതുകൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പം ഇന്നത്തെ എല്ലാം എനിക്ക് മൈൻഡ് വേറെ എവിടെയോ കറങ്ങി. എനിക്ക് അടുത്ത ഫ്ലോപ്പും വരുന്നുണ്ട്, അതും നിങ്ങളെ ഞാൻ കാണിക്കാമേ. ഇന്നെന്തോ അങ്ങനെ രസമായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ആ ചിക്കൻ വറുത്തതിൽ നിന്ന് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 10-12 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരട്ടെ. ഫ്ലോപ്പായത് ഇത് തന്നെ കാര്യം. ഇത്രയും വലിയ ഉരുളി വെച്ചിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ചെറിയ പാത്രം മതിയായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സവാളയും ക്യാപ്സിക്കവും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് നമുക്ക് ഇച്ചിരി നേരം 1-2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ അത് ഇച്ചിരി പച്ചപ്പ് പോലെ ഇരിക്കണം, അന്നേരം അതൊരു രസം. ഒത്തിരി അങ്ങ് വാടിപ്പോകുമ്പം അത്രയും എടുത്ത് കഴിക്കാനായിട്ടൊരു രസമില്ല. അതാ ഇവിടെ ഇവനും ഇഷ്ടം, പോളിനും ഇഷ്ടം, ഇച്ചിരി ക്രഞ്ച് ടൈപ്പിലാണ് എടുക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തോന്നോ വീണ്ടും അതിൽ നിന്നെടുത്ത് നമ്മുടെ ഈ കടായിക്കകത്തോട്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടെ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ടേ. എനിക്കിന്ന് എഡിറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും, കാരണം ഇന്ന് ഈ ഗണപതിയുടെ കൊണ്ടുപോകുന്ന സമയമാട്ടോ. ഭയങ്കര എപ്പോൾ 5 മണി തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സോസുകൾ ചേർക്കാം. അപ്പം ഞാൻ ഇവിടുത്തെ ബഹളം ഒന്ന് കേൾപ്പിക്കാം. കാരണം അതുപോലെ ഇവിടെ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് സംസാരിച്ചാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കത്തില്ല, അതുപോലുള്ള സൗണ്ടാണ്. നിങ്ങളും ഇയർഫോൺ ആണെങ്കിൽ ഒന്ന് ഇച്ചിരി സൗണ്ട് കുറച്ചേരെ.
ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ വെച്ചിരുന്ന ഇതിനെ ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ കോംപ്ലക്സിൻ്റെ ഇതിൻ്റെ അകത്ത് 5, 6, 7, 8, 9, 10 ഇത്രയും ബിൽഡിങ് 4 വെച്ചുണ്ട്. അപ്പോൾ ഈ എല്ലായിടത്തും 5, 6 ഇതിലെല്ലാം എല്ലായിടവും ഇങ്ങനെ എന്തുവാ റൗണ്ട് ചുറ്റി കറങ്ങിയിട്ടാണ് ഇത് അവസാനമാണ് വെളിയിലോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ബിൽഡിങ്ങിലും പോകും. അപ്പോൾ 5 മണി തൊട്ട് തുടങ്ങിയിട്ട് 7, 7:30, 8 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത്രയും നേരം ഇങ്ങനെ ഈ സൗണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇതിനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ കൂടെ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചുണ്ടെങ്കിൽ 1 അല്ല ഇച്ചിരിയും കൂടെ ആയിപ്പോയി. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഒറ്റയടിക്കങ്ങ് ഒഴിക്കരുത്, കുറേശ്ശെ ഒന്ന് ഒഴിച്ച് നോക്കണേ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഇച്ചിരി ചാറായിട്ട് വേണം ഇത്, അതുകൊണ്ട് ഞാൻ മൊത്തം അങ്ങ് ഒഴിച്ചു. അല്ല നിങ്ങൾക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ചില്ലി ചിക്കൻ കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ കോൺഫ്ലോർ അത്രയും ഒഴിക്കരുതേ, കുറേശ്ശെ ഒഴിച്ചിട്ട് ആ തിക്നെസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഇത് കൂടാതെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇവർക്ക് നമ്മൾ ഞാൻ പ്ലെയിൻ റൈസ് ഉണ്ടാക്കാനാണ് ഇരുന്നത്. അപ്പോൾ പോള് പിന്നെ വന്ന് കുറേ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇടുന്നു മമ്മീന്നും പറഞ്ഞ് ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് പ്ലെയിൻ റൈസും ഇതുകൂടെ കഴിക്കാം. എനിക്കിപ്പോൾ ഇച്ചിരി ലിക്വിഡായിട്ടാണേലും കുഴപ്പമില്ല, കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇവർക്ക് ഇച്ചിരി ചാറ് പോലെ വേണം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എരിവ് കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ അല്ലെങ്കിൽ കുരുമുളക് ചേർക്കണം. 1 ടീസ്പൂൺ കുരുമുളകും ചേർത്തു. വീണ്ടും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർത്തിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരിയും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇവിടെ പോളിൽ ഇതിലൊക്കെ കുരുമുളകിൻ്റെ ടേസ്റ്റ് അവന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇച്ചിരി സിസ്വൺ ചട്നി കൂടെ ചേർക്കുന്നുണ്ട്, ഇത്തിരിയും കൂടെ എരിവിന് വേണ്ടി. ഞാൻ അപ്പുറത്ത് ഗ്യാസിൽ ഇച്ചിരി വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുവെള്ളം ഒഴിക്കാവൂ നിങ്ങൾക്ക്. അഥവാ ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അതേസമയം ഇച്ചിരിയും കൂടെ തിക്കായിട്ടിരിക്കണമെങ്കിൽ ഈ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സോസുകൾ തന്നെ ഒഴിച്ചിട്ട് കോൺഫ്ലോർ ചെയ്യുമ്പോൾ അത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് തിളയ്ക്കാൻ ആവി പോലെ വരുമ്പം ഞാനത് മീഡിയം ഫ്ലെയിമിലിട്ടു. അപ്പോൾ ഇതിപ്പം കുറച്ച് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നന്നായി തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാത്രത്തിലിരുന്നിട്ടൊരു ലുക്കായിട്ട് തോന്നിയില്ല. ഞാൻ പിന്നെ വേറൊരു ബൗളിലൊന്ന് മാറ്റിയായിട്ടിരുന്നേ. അപ്പോൾ കാണാനൊരു ലുക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലെയിൻ ബസ്മതി ചോറ് വയ്ക്കാനായിട്ടിരുന്നത്. ഞാനവിടെ വേവിച്ചത് വെള്ളം വാലാൻ ഇടുകയും ചെയ്തു. അപ്പം പോള് പറഞ്ഞു, മമ്മി അതിൻ്റെ അകത്ത് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ സോസൊക്കെ ചേർക്ക്, ഇത്തിരി ടൊമാറ്റോ സോസോ സെസ്വാൻ ചട്നിയോ അങ്ങനെ. ഞാൻ പിന്നെ ചിന്തിച്ചാൽ ജീര റൈസ് പോലെ ഉണ്ടാക്കാം. അന്നേരം അത് ഇതിൻ്റെ കൂടെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജീര റൈസ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിരുന്നു. ഇച്ചിരി നെയ്യിലിട്ടിട്ട് ഇച്ചിരി ജീരകമൊക്കെ പൊട്ടിച്ച് ചേർക്കാമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്തിരി സോയാ സോസും സെസ്വാൻ ചട്നിയും ചില്ലി സോസും ഇച്ചിരി ടൊമാറ്റോ സോസും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പം ഇവർക്ക് ഇഷ്ടം. പിന്നെ ഞാൻ പപ്പടത്തിന് പകരം റാഗിയുടെ നള്ളി ഉണ്ടായിരുന്നു, അതാ ഇങ്ങനെ ഞാൻ വറുത്തെടുത്തത്. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം കൊടുത്തു. അപ്പോൾ ഞാൻ ജിയോ മാർട്ടിൽ ഞങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് അവരുടെ ഇതിൽ നിന്നൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ദീപാവലി പോട്ടെ ഇതായതുകൊണ്ട് ഒരു ബോക്സ് ഇങ്ങനെ വന്നു. ഞാൻ ചിന്തിച്ച് വല്ല സ്വീറ്റ്സ് ആയിരിക്കുമെന്ന്. നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഗിഫ്റ്റ് ഉണ്ടെന്ന്. വന്ന് സാധനം ഞാൻ പൊട്ടിച്ചപ്പോഴറിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ ഇതെന്തൊക്കെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു അഗർബത്തിയാണ്. നമ്മൾ ഈ മീൻ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഈച്ചയൊന്നും എടുക്കാതിരിക്കാൻ അവർ കുത്തി വെക്കുന്നതാണ്. പക്ഷേ ഇത് കുത്തി വെച്ചാൽ എനിക്കിതിൻ്റെ സ്മെല്ലൊരു ഭയങ്കര എനിക്ക് ശ്വാസം മുട്ടുന്നതോ തോന്നും. എല്ലാ അഗർബത്തിയിലും ഇല്ല, ഇതെനിക്ക് പറ്റത്തില്ല. പിന്നെ കോഫിയുടെ ഒരു ചോക്ലേറ്റ് ജ്യൂസ് പോലുള്ള, പിന്നെ ഡൈജസ്റ്റീവ് ഇത്, പിന്നെ ഷാമ്പുവാണ്, പിന്നെ നിവ്യയുടെ ഒരു ലോഷനും. അപ്പോൾ ഇതെല്ലാമാണ് അവർ കൊണ്ടുവന്നത്. പിന്നെ അഗർബത്തി ഇവിടെ വെച്ചിട്ടും പ്രയോജനമില്ലെന്നും പറഞ്ഞ് ഞാൻ അതെടുത്തങ്ങ് കളഞ്ഞു. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളും ഇങ്ങനെ വാങ്ങിച്ചായിരുന്നു പണ്ടൊരു സമയത്ത് ഈച്ചശല്യം കൂടിയുണ്ടേ. പക്ഷേ എനിക്ക് അന്നേരം മനസ്സിലായത് അതെനിക്ക് പിടിക്കത്തില്ലെന്നുള്ളത്. അതെന്ന് പറയുന്നത് കുറച്ച് ഇങ്ങോട്ടെടുത്ത് നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കുമായിരുന്നു. ഇതിപ്പം ഇങ്ങനെ സ്റ്റാൻഡോട് കൂടിയുള്ളയാ, അതിൻ്റെ അകത്ത് നമ്മൾക്ക് കത്തിച്ചാൽ മതി.
അന്നേരം പൂളിൻ്റെ മണം ഭയങ്കര അങ്ങനെ വലിയ മണമല്ല, ഒരു വല്ലാത്ത ഒരു ഇതാണ്. കാരണം ഈച്ചയൊക്കെ ഓടിപ്പോകത്തക്ക വിധത്തിലുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടും കൂടെ പ്രസ് ചെയ്യണം. ഓളെന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.